ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി എന്നുള്ളത്. അതെപ്പോഴും സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തോട് ചേർന്നാണ് നാം പഠിക്കാറ്. ഒരിക്കലും സ്കൂൾ കാലഘട്ടത്തിൽ അത് ഒറ്റൊരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. പ്ലസ് വണ്ണിൽ എത്തുന്ന ഒരു വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസ് കോഴ്സിൻ്റെ ഭാഗമായി മാത്രമാണ് ജിയോഗ്രഫി എന്ന സബ്ജക്റ്റിനെ പൂർണ്ണമായും അറിയുന്നത്. എല്ലാ സ്കൂളുകളിലും അതുണ്ടാവണമെന്നുമില്ല. പല സ്കൂളുകളിലും ജിയോഗ്രഫിക്ക് പകരം സോഷ്യോളജി പോലെയുള്ള മറ്റ് സബ്ജക്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചുറ്റിനുമുള്ള പലരുടെയും ധാരണ ഭൂമിശാസ്ത്രം എന്നത് ഭൂമിയെക്കുറിച്ച് മാത്രമുള്ള പഠനം എന്നതാണ്. എന്താണ് ഭൂമിശാസ്ത്രം? അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള തൊഴിലവസരങ്ങളാണ് നമുക്കത് തരുന്നത്? ഇന്നത്തെ ചർച്ച അതിനെക്കുറിച്ചാണ്. ജിയോഗ്രഫി എന്നുള്ളത് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, മനുഷ്യ സമൂഹത്തെ പറ്റി, ഭൂമി മുഴുവനായും വ്യാപിച്ചു കിടക്കുന്ന ഓരോ മനുഷ്യനെയും അവൻ്റെ ചുറ്റുപാടുകളെയും അവർ തമ്മിലുള്ള ബന്ധത്തെയും കുറിച്ച് നാം ഭൂമിശാസ്ത്രത്തിൽ പഠിക്കുന്നു. ഓരോ പ്രകൃതിയും അല്ലെങ്കിൽ ഓരോ ചുറ്റുപാടും ഓരോ മനുഷ്യനെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ജിയോഗ്രഫിയിലൂടെ വിലയിരുത്താനാവും. അതാണ് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജിയോഗ്രഫി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്ക് തത്വചിന്തകനായ ഇറാസ്തോസ്തനീസ് ആണ്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം അനുസരിച്ച് ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫി എന്നാൽ വിശദീകരണം അഥവാ എക്സ്പ്ലനേഷൻ എന്നുമാണ്. ചില പുസ്തകങ്ങളിൽ ഇദ്ദേഹത്തെ ജിയോഗ്രഫിയുടെ പിതാവായി കണക്കാക്കുന്നു. പക്ഷെ മറ്റു ചില രേഖകളിൽ നാം കാണുന്നത് ഹെക്ടേഷ്യസ്, മറ്റൊരു ഗ്രീക്ക് തത്വചിന്തകനായ ഹെക്ടേഷ്യസിനെയാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത്. ഭൂമിശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് 3 ചോദ്യങ്ങളാണ്: എന്ത്, എവിടെ, എന്തുകൊണ്ട്. എന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ നിർമ്മിതികളെയും നാം തിരിച്ചറിയുക എന്നുള്ളതാണ്. എവിടെ എന്നതുകൊണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത, എന്തുകൊണ്ടാണ് ചില നിർമ്മിതികൾ നമുക്ക് ആ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട്. എന്തുകൊണ്ട് എന്നുള്ളത് ഏതൊക്കെ തരത്തിലുള്ള പ്രക്രിയകളാണ് ഓരോ നിർമ്മിതികൾക്കും പുറകിലായി നാം കാണുന്നത്. എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം ചില നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഭൂമിശാസ്ത്രം എന്നുള്ളത്. ജിയോഗ്രഫിയെ നമുക്ക് 2ആയി തരംതിരിക്കാം. അതിൽ ആദ്യത്തേതാണ് ഫിസിക്കൽ ജിയോഗ്രഫി. ഇതിൽ നാം പഠിക്കുന്ന കാര്യം പ്രകൃതിദത്തമായ എല്ലാ നിർമ്മിതികളെക്കുറിച്ചും അതിനു പുറകിലുള്ള എല്ലാ പ്രക്രിയകളെക്കുറിച്ചും, ജലസ്രോതസ്സുകളെ പറ്റി, ക്ലൈമറ്റിനെ പറ്റി, അറ്റ്മോസ്ഫിയറിനെ പറ്റി, ചെടികളെക്കുറിച്ചും അങ്ങനെയുള്ള എല്ലാത്തരം കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ ജിയോഗ്രഫിയിലാണ്. രണ്ടാമത്തേത് ഹ്യൂമൻ ജിയോഗ്രഫിയാണ്. ഇതിൽ നമ്മൾ മനുഷ്യ സമൂഹത്തെപ്പറ്റി, അവരുടെ ഭാഷയെപ്പറ്റി, ജീവിതശൈലിയെപ്പറ്റി, ചുറ്റുപാടുകളെപ്പറ്റി എല്ലാം തന്നെ അറിയുന്നു. അതാണ് ഹ്യൂമൻ ജിയോഗ്രഫി. ഭൂമിശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട 5 ചിന്താവിഷയങ്ങളിൽ ആദ്യത്തേതാണ് റീജിയൻ, ഒരു പ്രദേശം. ഒരു പ്രദേശത്തെ പ്രകൃതിദത്തമായ നിർമ്മിതികളുടെ സാമ്യതകൾ, ആ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സാമ്യതകൾ എന്നിവയിലൂടെയാണ് ഭൂമിശാസ്ത്രം കടന്നു പോകുന്നത്. രണ്ടാമത്തേത് ലൊക്കേഷൻ, ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെപ്പറ്റി പൂർണ്ണമായും നമുക്കറിയാൻ സാധിക്കും. മൂന്നാമത്തേത് പ്ലേസ്, ഒരു പ്രദേശത്തെ അവിടെയുള്ള എല്ലാ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ എല്ലാ നിർമ്മിതികളെക്കുറിച്ചും നമുക്ക് അറിയുക എന്നത് ഭൂമിശാസ്ത്രത്തിലൂടെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. നാലാമത്തെ ആശയം മൂവ്മെൻറ്റ് ആണ്. ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് മനുഷ്യർ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ആശയം കൈമാറ്റം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് അവർ സാധനങ്ങൾ കൈമാറ്റപ്പെടുന്നത് എന്നിവയെക്കുറിച്ച് എല്ലാം തന്നെ നമുക്ക് ഭൂമിശാസ്ത്രത്തിലൂടെ അറിയാൻ സാധിക്കും. അവസാനത്തെ വിഷയം മനുഷ്യനും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഓരോ പ്രകൃതിയെ, ഓരോ ചുറ്റുപാടിനെയും എങ്ങനെയാണ് മനുഷ്യർ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്, അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം മറ്റെല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതായത് ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ ഹിസ്റ്ററി ഉൾപ്പെടുന്നു, എക്കണോമിക്സ് ഉൾപ്പെടുന്നു, സോഷ്യൽ സയൻസ് ഉൾപ്പെടുന്നു, മൈക്രോബയോളജി ഉൾപ്പെടുന്നു, ജിയോളജി ഉൾപ്പെടുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെടുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് ജിയോഗ്രഫി എന്നുള്ളത്.
ഇപ്പോൾ പുതുതായി ജോഗ്രഫിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ജിയോ ഇൻഫർമാറ്റിക്സ്. ജിയോ ഇൻഫർമാറ്റിക്സ് എന്നുള്ളത് കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, ജിയോഡസി എന്നീ വിഷയങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഭൂമിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരാൾക്ക് മുന്നിൽ നിരവധി തൊഴിലവസരങ്ങളുണ്ട്. മറ്റെല്ലാ വിഷയങ്ങളിലും ഉള്ളതുപോലെ തന്നെ അധ്യാപക വൃത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിലവസരമാണ്. അതുകൂടാതെ GIS അനലിസ്റ്റ്, സർവേയർ, ജിയോമോർഫോളജിസ്റ്റ്, മെറ്റീരിയോളജിസ്റ്റ്, വെതർ ഫോർകാസ്റ്റർ, എക്കോളജിസ്റ്റ്, അങ്ങനെ പല തരത്തിലുള്ള തൊഴിലവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഭൂമിശാസ്ത്രത്തെ മദർ ഓഫ് ഓൾ സയൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ അറിയാനും അവിടുത്തെ അത്ഭുതകരമായ കാഴ്ചകളെക്കുറിച്ചും അറിയാനും പഠിക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഭൂമിശാസ്ത്രം ഒരുക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.